ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ അടുത്ത സിനിമ എന്ന് തുടങ്ങുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വന്നിരിക്കുന്നു. നാളെ തൊട്ട് ഷൂട്ട് തുടങ്ങുന്നു. പൂജ നാളെ തന്നെയാണ്. പൂജയോട് കൂടി തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 7 ആണ് ഈ ഒരു ചിത്രം. നമുക്കറിയാം, കഴിഞ്ഞ 5 ചിത്രങ്ങൾ തിയേറ്ററിൽ റിലീസായപ്പോൾ 5ഉം വ്യത്യസ്ത ജോണറിൽ വരികയും എല്ലാത്തരം പ്രേക്ഷകരെയും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വന്നത്. അതായത് ഗ്യാരണ്ടീഡ് പ്രൊഡക്ഷൻ എന്ന് തന്നെ പറയാം. അതായത് ഇറങ്ങിയ എല്ലാ സിനിമകളും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പ്രകടനങ്ങൾ അതിഗംഭീരമായിട്ടുള്ള സിനിമകൾ തന്നെയായിരുന്നു. ഒന്നിനൊന്നിന് മെച്ചമായി, ഒന്നിനൊന്നിന് വ്യത്യസ്തമായ ജോണറിൽ വരുന്നത്. ഇവിടെ വീണ്ടും ഒരു സിനിമ കൂടി മമ്മൂട്ടി കമ്പനിയുടെ പേരിൽ തന്നെ വരുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഒപ്പം മമ്മൂട്ടി വിനായകൻ ഒരുമിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി കേട്ടതാണ്. കൊടൂര വില്ലനായി മമ്മൂട്ടി വരുന്നു എന്നുള്ളത്. അതേപോലെ വിനായകൻ നായകനായി വരുന്നു. പോലീസ് ക്യാരക്ടറാണ് മമ്മൂട്ടി എന്നാണ് ആദ്യം കേട്ടതെങ്കിൽ ഇപ്പോൾ എങ്ങനെയെന്നുള്ളത് അടുത്ത ദിവസങ്ങൾ മുതൽ നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും ഒരു വ്യത്യസ്തത പുലർത്തുന്ന സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ലാതെ മമ്മൂക്ക ഇങ്ങനെയുള്ള സിനിമകൾക്ക് കൈ കൊടുക്കില്ല. ഇനി ജിതിൻ കെ ജോസിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം ഈ ഒരു സിനിമയുടെ അണിയറ ഡീറ്റെയിൽസ് ലഭിച്ചതനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മാതിരി ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് മമ്മൂക്ക ഇതിനകത്തിലേക്ക് എൻ്റർ ആയതെന്നും അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷനിലേക്ക് കയറിയെന്നും ഉള്ളതാണ് കിട്ടിയ ഡീറ്റെയിൽസ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിക്കാം, നല്ല സിനിമകൾ ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ഉള്ള കൂട്ടുകെട്ടുകൾ വരുന്നു. ഒപ്പം മമ്മൂട്ടിയുടെ വില്ലനായി, അല്ലെങ്കിൽ മമ്മൂട്ടി വിനായകൻ്റെ വില്ലനായി വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇവിടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ ഒരുപാട് മറ്റുള്ള നടന്മാരെ പ്രതീക്ഷിച്ചായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. ഈ ഒരു സിനിമയിൽ ശരിക്കും പൃഥ്വിരാജ് ആയിരുന്നു വിനായകൻ്റെ ക്യാരക്ടർ ചെയ്യാനുള്ളത്. പിന്നീട് ജോജുവിനെ അതിനകത്തിലേക്ക് പരിഗണിക്കുകയുണ്ടായി, ബിജു മേനോൻ തുടങ്ങിയവരെ പരിഗണിക്കുകയുണ്ടായെങ്കിലും പിന്നീട് ഈ ഒരു അതിലേക്ക് എത്തിച്ചേർന്നത് വിനായകനാണ്. എന്താണെങ്കിലും വിനായകൻ്റെ പ്രകടനം നമ്മളെ എല്ലാവരും ഞെട്ടിക്കുന്നതാണ്. ജയിലർ എന്ന സിനിമ കണ്ടപ്പോൾ അവിടെ അതിലെ നായകന്മാരെ എല്ലാം കടത്തി വെട്ടിയത് വിനായകൻ തന്നെയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു മലയാളി ആയതുകൊണ്ട് അതിൻ്റെ അഹങ്കാരത്തിൽ നമ്മൾ പറയുന്നതല്ല, വേറെ ഒന്നുമല്ല. ആ സിനിമ കാണുമ്പോൾ ഇന്ന് നമുക്കറിയാം, രജനീകാന്തിൻ്റെ ഒപ്പം നിന്ന് അതിൻ്റെ മുകളിലേക്കുള്ള പെർഫോമൻസ് എടുത്തതാണ് വിനായകൻ. അവിടെ മോഹൻലാൽ അടക്കമുള്ള നായകന്മാരുണ്ടായിട്ടും ഒരു കാര്യം ഉറപ്പിച്ചു, വിനായകൻ തന്നെയാണ് കയ്യടി ഏറെയും നേടിയത്. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു വിനായകനിൽ നിന്ന് ആ ചിത്രത്തിൽ വന്നത്. ഇവിടെ വീണ്ടും പ്രതീക്ഷിക്കുന്നു ഒരു കട്ട കോമ്പറ്റീഷനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് മമ്മൂട്ടിക്ക് ഒപ്പം തന്നെ നിന്ന് മമ്മൂട്ടിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം മമ്മൂട്ടിയുടെ ഒപ്പം അങ്ങനെ ഒരു കാഴ്ച വെക്കണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഏത് നടൻ്റെ കൂടെ നിൽക്കുമ്പോഴും അഭിനയത്തിൻ്റെ കാര്യത്തിൽ മമ്മൂക്കിയെ കഴിഞ്ഞേ വേറെ ആരും ഉണ്ടാകാറുള്ളൂ എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു സിനിമ നാളെ തൊട്ട് തുടങ്ങുകയാണ്. ഒറ്റ ഷെഡ്യൂളിലായിരിക്കും എന്നാണ് ഇപ്പോൾ ഡീറ്റെയിൽ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കാര്യങ്ങളുമായി നമുക്ക് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേ മീഡിയാസ്.